നമുക്കുള്ള ഉറപ്പ് നമുക്ക് വേണം. നമ്മൾ മാർഗത്തിൽ നീ നമ്മൾ നേരെ മാർഗത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഉള്ളെന്ന് പറയും നീ പൊയ്ക്കോ. ആ ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ഭക്തിക്ക് എത്രമാത്രം നമുക്ക് ഉറപ്പ് വേണം. ഈ ഒരു ഉറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സത്സംഗങ്ങളായാലും എല്ലാവിധ ആത്മീയ സാധനങ്ങളൊക്കെ ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അക്രൂരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് ആ കാളിഞ്ചിയുടെ അടുത്ത് വരുമ്പോൾ സന്ധ്യാവന്ദനത്തിൻ്റെ സമയം വരികയാണ്. ആ സന്ധ്യാവന്ദനത്തിൻ്റെ സമയം വരുമ്പോൾ ആ കാളിന്തി ഇറങ്ങി മുങ്ങിയപ്പോഴാണ്. കാരണം എന്താ അറിയോ, ആ അക്രൂരൻ്റെ ഭക്തി, ആ അക്രൂരൻ്റെ വിചാരം, ആ അക്രൂരൻ്റെ അവലാദികൾ. കാരണം കൊണ്ടുപോകാൻ പോണത് എന്തിനാ? കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്. കംസൻ ഇഷ്ടം കൊണ്ട് കൊണ്ടുപോകാനോ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നില്ല, കൊല്ലാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണം. ആ ഒരു ചിന്ത വേറെ. അപ്പോൾ ഇതെല്ലാ ചിന്തകളും കൊണ്ടുപോവാണ് അക്രൂരൻ. ഇങ്ങനെ ഭക്തിയുടെ ഒരു ഭാഗം ആകെ സംശയങ്ങൾ കൊണ്ട് കംസന്റെ പേടി കൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് കാളിന്തിയിൽ പോയിട്ട് മുങ്ങിപ്പോഴാണ് കണ്ടത് എന്താ വെള്ളത്തിനടിയിൽ കൃഷ്ണൻ കിടക്കുന്നു. പൊങ്ങി നോക്കിയപ്പോൾ തേരിലും കിടക്കുന്നു. അപ്പോൾ 2 പ്രാവശ്യം കളിപ്പിച്ചു. എല്ലാത്തിനും ഒരു പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മുങ്ങിയപ്പോൾ രാമകൃഷ്ണന്മാർ വെള്ളത്തിൻ്റെ അടിയിൽ. ഇവരിത്ര വേഗം വീണോ, വെള്ളത്തിൽ വീണോ എന്നാണ് വിചാരിച്ച്. തേരിലിരിക്കുന്നവർ വെള്ളത്തിൽ വീണോ വിചാരിച്ച് മുങ്ങി നോക്കിയപ്പോൾ തേരിലിരിക്കുന്നു. അങ്ങനെ 2 പ്രാവശ്യം മുങ്ങി നോക്കിയിട്ടുണ്ട്. നോക്കൂ എന്തിനാ അങ്ങനെ. നമ്മളെയൊക്കെ ഭക്തിയിൽ എപ്പോഴും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അനുഭവത്തിലുണ്ടാവും. ഭക്തിയിൽ എപ്പോഴും ഒരു 2 കഥം നമ്മൾ മുമ്പിലേക്ക് പോയാൽ 1.25 കഥം പിന്നാക്കം തന്നെ പോകും അല്ലേ. ഒരു ലേശേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ എല്ലാ സത്സംഗത്തിലും വരാമെന്ന് വിചാരിച്ചാൽ തന്നെ എന്തെങ്കിലും മുടങ്ങും. കഴിഞ്ഞ തിരുവാതിര ആലിംഗ പൂരായിരുന്നു, തട്ടകത്തിലെ പൂരായിരുന്നു. വേറെ ഏത് പൂരാച്ചാലും ഒഴിവാക്കാൻ. ഇവിടെ തട്ടകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുന്ന് പോരാൻ നമ്മുടെ മനസ്സ് സമ്മതിച്ചില്ല, മുടങ്ങുമായി. അതിന് മുമ്പ് ഒരിക്കൽ മുടങ്ങി. അപ്പോൾ എന്നും തുടങ്ങാൻ ബാക്കിയെല്ലാം നമ്മുടെ കൺട്രോളിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരാളെ ലീവ് എടുത്ത് പോരാം, പലപ്പോട്ടെ എന്തെങ്കിലും ഇട്ടിട്ട് പോരാം. പക്ഷെ ബാക്കിയുള്ള ചില സന്ദർഭങ്ങൾ നമ്മളെ പിടിച്ചു കെട്ടും. ഇത് ഈ ആത്മീയതയിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാധിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സാധ്യങ്ങൾക്ക് നമുക്ക് ദൈവം തന്നെ വിചാരിക്കണം. ഈശ്വര കൃപ ഉണ്ടെങ്കിലേ, ഇപ്പം അമ്മയൊക്കെ പറയും, കൃപ ഉണ്ടെങ്കിലേ മക്കളെ നിങ്ങൾക്ക് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇത്ര വലിയ ഭക്തിയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ഇന്ന ദിക്കിലെത്തും പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ആ ഈശ്വര കൃപ ഇല്ലാതെ ഇതൊരിക്കലും നടക്കില്ല എന്നതിൻ്റെ നമുക്കൊക്കെ അനുഭവങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെയും ആ അക്രൂരനിൽ കൂടി കാണിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇവനെ ഇങ്ങനെയല്ല, ഇവൻ ആ സാക്ഷാത് രൂപം തന്നെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം അത്രയും മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു. അക്രൂരൻ ഇപ്പോഴൊന്നല്ല, ഈ സമയത്തൊന്നല്ല. അക്രൂരൻ ഒരു ഭക്തനാണ്. അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അക്രൂരൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഭഗവാന്റെ ലീലകളും. കാരണം ഭഗവാന്റെ ലീലകൾ എന്നാ പറയുക, വികൃതി അല്ലെങ്കിൽ പ്രവൃത്തി എന്നല്ല പറയുക. കാരണം ഭഗവാന്റെ ഓരോ പ്രവൃത്തിയിലും മനുഷ്യന് മനസ്സിലാക്കാനുള്ള ചില തത്വങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ലീലകൾ എന്ന് പറയുന്നത് ഭഗവത് ലീല. ഇപ്പോൾ ഗോകുലത്തിൻ്റെ ലീല കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മധുര ലീല അല്ലേ. ഭഗവാന്റെ 3 ലീല, ഗോകുല ലീല, മധുര ലീല, ദ്വാരക ലീല. ഇതിലേറ്റവും കൂടുതൽ ആത്മീയമായിട്ടുള്ളത് ഗോകുല ലീലകളാണ്. അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ മറ്റേ ഗോവർദ്ധനോദ്ധാരണവും വത്സസ്തയം, ബ്രഹ്മാവിൻ്റെ സ്തുതി, എല്ലാ ഈശ്വരന്മാരും കയറി വന്നിട്ടുണ്ട് അല്ലേ. ആ ഗോകുലത്തിലേക്ക് വന്നിട്ടുണ്ട്. ബ്രഹ്മാവ് വന്നിട്ടുണ്ട്, ദേവേന്ദ്രൻ വന്നിട്ടുണ്ട്, പല ഈശ്വരന്മാരും വന്നിട്ടുണ്ട്, രാക്ഷസന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പലതും അവിടെ നടന്നിട്ടുണ്ട്. അതാണ് വൃന്ദാവന ലീലയാണ് ആത്മീയമായിട്ട് ഏറ്റവും വലുതെന്ന് പറയുക. ബാക്കിയൊക്കെ ജീവിതത്തിൻ്റെ ഇനിയിപ്പോൾ മധുരയിൽ ചെന്ന് കുറേ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലോകമംഗളമാണ് കൂടുതൽ. കാരണം ഭൂമിക്ക് ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കണം തന്നെ. അപ്പോൾ ആ ഒരു ലീലകളിലേക്ക് കിടക്കുകയാണ് മധുര ലീലയും ദ്വാരക ലീലയും. കാരണം ജനാസന്ധനമുള്ള ആൾക്കാരൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അക്രൂരൻ എന്നുള്ള ഭക്തനെ അദ്ദേഹത്തിൻ്റെ ആ ഭക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കൊടുത്ത് ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്തത്. ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്ത അവിടുന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ ഇരിക്കുന്ന ആൾക്കാർ ചില്ലറകളല്ല. നമ്മൾ കൃഷ്ണൻ്റെതൊക്കെ വിളിച്ച രാമകൃഷ്ണന്മാരാണെങ്കിലും ആ ഭക്തിയിലും അപ്പുറത്താണ്, ഇത് അവതാരമാണ് എന്ന് ആ അക്രൂരന് മനസ്സിലാവുകയാണ്. അവിടുന്ന് പുറത്ത് വന്നിട്ട് ഭഗവാനെ ഒരു സ്തുതിയാണ്, അക്രൂര സ്തുതി. അതിന് അക്രൂര സ്തുതിയിൽ ആദ്യത്തെ കുറേയുണ്ട്. അത് കഴിഞ്ഞിട്ട്
10-ാമത്തെ സ്കന്ധം 40-ാമത്തെ അധ്യായത്തിൽ അത് വരുന്നത്. അതിൽ 16 തൊട്ട് 30 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശാവതാര ശ്ലോകം വരുന്നത്. അത് ആദ്യത്തെ ആ 40-ാം അധ്യായത്തിൽ വരുന്നതാണിത്. അക്രൂര ദൗത്യം വരുന്നു. അതിൽ അങ്ങനെ വന്ന അവസാനത്തെ ഒരു 12 ഇതുള്ളത് ഭഗവാന്റെ ഇതിന് പറ്റി വരാം. ഭഗവാന്റെ ആ ലീലകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭഗവാൻ ഈശ്വര ലീലകളാണ്. അവസാനത്തെ ഈ 16 തൊട്ട് 17 അധ്യായമാണ് നരത് വരുന്നത്. നമുക്കതൊന്ന് സ്മരിക്കാം ഉടനെ. യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം വിഭർഷയി കൈരാമഷ്ടസുജോ ലോകോ മുദാ ഗായന്തി ദേശാം നമക്കാരണമത്സ്യായ പ്രളയാബ്ധിചരായജാം അയശ്രീകൃഷ്ണ നമസ്തുഭ്യം മധു കൈടവമൃത്യുവേ ആകുരാഭായ ബൃഹദേ നമോ മന്ദരധാരിണേ ചക്ഷുബ്ധാര വിഹാരായ നമസ്സൂകരമൂർത്തേ നമസ്തേ അത്ഭുതസിംഹായ സാധുലോകഭയാവഹ വാമനായ നമസ്തുഭ്യം ക്രാന്ത ത്രിഭുവനായ ജാം നമോ ഭ്രൂണാം പദയേ തൃപ്തക്ഷത്രവനച്ഛിതേ നമസ്തേ രഘുവര്യായ രാവണാന്തകരായ ജാം നമസ്തേ വാസുദേവായ നമസ്സംഘർഷണായ ജാം പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതം പദയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവഹേ മോഹിനേ മേച്ചപ്രായത്രേഹന്തേ നമസ്തേ കൽക്കിരൂപിണേ ഭഗവാൻ ജീവലോകോയം മോഹിതസ്തവമായയാം അഹം മമേതി സദ്ഗ്രാഹോ ബാമൃദ്ദേ കർമ്മവർസുതു അഹം ചാത്മാത്മജാ ആത്മജകാരധാരാർത്ഥ സ്വദനാദിഷു ബ്രഹ്മാമി സ്വപ്നകൽപ്പേഷു മൂഢ സത്യതയാ വിഭോ അനിത്യാനാത്മസുഖേഷു വിഭത്യയ്യാതി അതിഹം തദ്വാരാ നമസ്തമോ വിഷ്ടോ ന ജാനേതോ ആത്മനപ്രിയം യഥാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം സമുദ്ഭവൈ അഭേദ്യ തൃഷ്ണാം വൈത്വ ത്വാഹം മരാമുഖാം നോത്സേഹം കൃപണിധി കാമകർമ്മ